നമസ്കാരം. ജയിൽ വകുപ്പിലെ വിവാദ നായകനായ DIG വിനോദ് കുമാറിനെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. ജയിൽ DIG ആയിരിക്കെ തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുമുള്ള പരാതിയിലാണ് സർക്കാർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജയിൽ വികസന ക്ഷേമനിധി ഫണ്ടുകളിൽ ക്രമക്കേട് നടത്തിയതായും തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൈക്കൂലി വാങ്ങിയതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. ജയിലിനുള്ളിലെ ലേബർ കോൺട്രാക്റ്റുകളിലും ഇദ്ദേഹം ഗുരുതരമായി ഇടപെട്ടതായി ആരോപണമുണ്ട്. എന്നാൽ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുമ്പോഴും വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറാകാത്തത് വലിയ വിവാദത്തിനും കാരണമായിട്ടുണ്ട്. വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ശുപാർശ ആഭ്യന്തര വകുപ്പിന് മുന്നിലുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ ഇത് വെച്ചു താമസിപ്പിക്കുകയാണെന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിലും നേരത്തെ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് വിനോദ് കുമാർ. അന്ന് സസ്പെൻഷനിലായിരുന്ന അദ്ദേഹം അപ്രധാനമായ തസ്തികയിൽ സർവീസിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പുതിയ അഴിമതി ആരോപണങ്ങളും ഉയർന്നു വന്നത്. ജയിൽ വകുപ്പിലെ വിവാദ നായകനായ DIG വിനോദ് കുമാറിനെതിരെ വീണ്ടും വിജിലൻസ് അന്വേഷണവും വരികയാണ്. ജയിൽ DIG ആയിരിക്കെ തടവുകാർക്ക് വഴിവിട്ട സഹായം നൽകിയെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുമുള്ള പരാതി സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരമിട്ടിട്ടുണ്ട്. ജയിൽ വികസന ക്ഷേമനിധി ഫണ്ടുകളിൽ ക്രമക്കേട് നടത്തി തടവുകാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൈക്കൂലി വാങ്ങി എന്നുള്ള കാര്യങ്ങൾ എന്തായാലും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു കഴിഞ്ഞു. എന്തായാലും വിനോദ് കുമാറിനെതിരെ ശക്തമായ തെളിവുകളും ഈ സാഹചര്യത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സർക്കാരിലെ ഉന്നതർക്ക് വിനോദ് കുമാറുമായി ഇടപാടുകൾ ഉണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അച്ചടക്ക ലംഘനത്തിലും നടപടി നേരിട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് വിനോദ് കുമാർ എന്നിരിക്കെ പുതിയ ആക്ഷേപം വിനോദ് കുമാറിനെതിരെ വരുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് സർക്കാർ ഇയാളെ സംരക്ഷിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. പുതിയ അഴിമതി ആരോപണം കൂടി വന്നതോടെ വീണ്ടും സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യവും ശക്തമാണ്. എന്തായാലും ഇത് പ്രതിസന്ധിയിലേക്കാണ് സർക്കാരിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടുന്ന സർക്കാർ ഇത്തരത്തിൽ സസ്പെൻഷനിലേക്ക് പോലും ഉദ്യോഗസ്ഥനെ കൊണ്ടുവിടാതെ ഇയാളെ സംരക്ഷിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ജയിൽ ഭരണത്തിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ എന്തായാലും അത് പൊതുജന സമക്ഷമടക്കം ചർച്ചയാകുന്നുണ്ട്. ജയിൽ DIG പദവി ദുരുപയോഗം ചെയ്ത് തടവുകാർക്ക് മൊബൈൽ ഫോൺ സൗകര്യവും പ്രത്യേക പരോളും ലഭിക്കാൻ ഇദ്ദേഹം ഇടപെട്ടതായും രഹസ്യാന്വേഷണ വിഭാഗം സൂചന നൽകുമ്പോഴും സർക്കാർ പൂർണ്ണമായും അർത്ഥത്തിൽ വിനോദ് കുമാറിനെ സംരക്ഷിക്കുന്ന തലത്തിലേക്കാണ് ആ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ജയിലിലെ കരാറുകൾ സ്വന്തം താല്പര്യക്കാർക്ക് നൽകാനായി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിനോദ് കുമാറിനെ വീണ്ടും സർവീസിൽ നിന്നും മാറ്റി നിർത്തണമെന്ന ആവശ്യം ജയിൽ വകുപ്പിൽ തന്നെ ശക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ എന്ത് നടപടിയായിരിക്കും സംസ്ഥാന സർക്കാർ എടുക്കുക? പ്രത്യേകിച്ച് പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വിനോദ് കുമാറിനെ വീണ്ടും സംരക്ഷിക്കുമോ എന്നത് കണ്ടറിയണം.